നീറ്റ് 2024 റാങ്ക് നിർണയത്തിലെ അപാകതകൾ പരിഹരിക്കുവാൻ മുൻ UPSC ചെയർമാൻ അധ്യക്ഷനായ സമിതിയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചിരിക്കുന്നു. നീറ്റ് 2024 റാങ്ക് നിർണയത്തിൽ വന്ന ഗ്രേസ് മാർക്കിന്റെയും മറ്റ് പിഴവുകളെക്കുറിച്ച് അന്വേഷിക്കാനായി ഒരു സമിതിയെ രൂപീകരിച്ചുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നീറ്റ് 2024 റാങ്ക് ലിസ്റ്റിന്റെ പുനർനിർണയം. നമ്മൾ ഇന്നലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും മാനവ വിഭവശേഷി വകുപ്പിനും അതുപോലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനും സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലും ധാരാളം വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയെയും സമീപിക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ശ്രീ സഞ്ജയ് മൂർത്തി ഉച്ചയ്ക്ക് 2 മണിക്ക് പത്രസമ്മേളനത്തിലൂടെ ഇക്കാര്യങ്ങൾ അറിയിച്ചത്. നമുക്കറിയാം, അദ്ദേഹം വിവരിച്ച കാര്യങ്ങൾ നീറ്റ് 2024 ചോദ്യപേപ്പറുകൾ ചോർന്നിട്ടില്ല, നീറ്റ് 2024 പുനഃപരീക്ഷയുടെ ആവശ്യമില്ല, 6 സെന്ററുകളിലാണ് നീറ്റ് 2024 ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പർ സ്കാമിനെ കുറിച്ചും ഗ്രേസ് മാർക്ക് അഴിമതിയെക്കുറിച്ചുമുള്ള പരാതികൾ വന്നിരിക്കുന്നത്. എക്സാം ടൈം താമസിച്ചു എന്ന് പറയുന്ന 6 സെന്ററുകളിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നും അതുപോലെ ഗ്രേസ് മാർക്ക് കൊടുത്ത രീതിയുമാണ് ഈ സമിതി പരിശോധിക്കുന്നത്. നീറ്റ് 2024 റീടെസ്റ്റ് ആവശ്യമായി വരികയാണെങ്കിൽ തന്നെ ഈ 6 സെന്ററുകളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു സുതാര്യമായ ഏജൻസിയാണെന്നും യാതൊരു തരത്തിലും നീറ്റ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടില്ല എന്നുമാണ് അദ്ദേഹം പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചത്. എന്നാൽ ഗ്രേസ് മാർക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട നമ്മൾ ഉയർത്തിയ എല്ലാ പരാതികളും അന്വേഷിക്കുമെന്നും അതിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വിശദീകരിച്ചത്. കേരളമടക്കമുള്ള മറ്റ് പല സംസ്ഥാനങ്ങളിലും എക്സാം ടൈം പല സെന്ററുകളിലും നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി 6 സെന്ററുകളിൽ നിന്നുള്ള പരാതികൾ മാത്രമാണ് ഇപ്പോൾ ഈ സമിതി അന്വേഷിക്കുന്നതെന്നും ഇവിടുത്തെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ പരീക്ഷാ നടത്തിപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ സ്കാമിനെ കുറിച്ചുമാണ് ഈ സമിതി അന്വേഷിക്കുന്നത്. ഈ സമിതി കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നീറ്റ് 2024 റാങ്ക് പുനർനിർണയം തീരുമാനമാകുക. ഏറ്റവും സന്തോഷകരമായ കാര്യം, ഈ ഒരു വിഷയത്തിൽ നീറ്റ് 2024 റാങ്ക് നിർണയവുമായി ബന്ധപ്പെട്ട് മലയാളി സമൂഹങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും നമുക്ക് ഒരുമിച്ച് ഇതിനൊരു വിശദീകരണം ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും, മനോരമയടക്കമുള്ള ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ, അതുപോലെ ചാനലുകളെല്ലാം തന്നെ, എല്ലാ സോഷ്യൽ മീഡിയകളെല്ലാം തന്നെ ഈ ഒരു കാര്യത്തിനായി ഒരുമിച്ച് നിൽക്കുകയും വർഷങ്ങളായി കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് പഠിച്ച വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കകൾ മാറ്റുന്നതിന് ഒരുമിച്ച് നിന്നതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. കാരണം നീറ്റ് 2024 ഏറ്റവും അധികം ഒരു വിവാദ വിഷയമാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് കുട്ടികളുടെ മനോവീര്യം കെടുത്തുന്നത്. നീറ്റ് 2024 പുനഃപരീക്ഷ ആവശ്യമില്ലെന്നും ഗ്രേസ് മാർക്ക് വിവാദത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ടുകൾ കിട്ടുമെന്നുള്ളതാണ് ഏറ്റവും അവസാനമായി നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇനി ഈ സമിതിയുടെ റിപ്പോർട്ട് വളരെ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും നമ്മുടെ തുടർ നടപടികൾ. നമുക്ക് ആവശ്യമായി വരികയാണെങ്കിൽ കോടതിയെ സമീപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അതിന് ശേഷമായിരിക്കും നാം കടന്നു ചെല്ലുക. അതിനും എല്ലാ വിഭാഗം ആളുകളുടെയും പിന്തുണയും ആവശ്യമാണ്. നീറ്റ് 2024 റാങ്ക് പുനർനിർണയവുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ ബ്രില്യൻ സ്റ്റഡി സെന്ററിനോടൊപ്പം നിന്ന, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളോടും നമ്മുടെ രക്ഷിതാക്കളോടും ഒക്കെ ഒപ്പം നിന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും അതോടൊപ്പം എല്ലാ സോഷ്യൽ മീഡിയ വിഭാഗത്തെയും എല്ലാ സ്ഥാപനങ്ങളെയും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഏവരുടെയും നന്ദി അറിയിച്ചുകൊണ്ട് നീറ്റ് 2024 റാങ്ക് പുനർനിർണയിക്കുമെന്നും ഏറ്റവും സ്വീകാര്യമായ ഒരു രീതിയിൽ തന്നെ നീറ്റ് 2024 കൗൺസിലിംഗ് നടക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.